കോമിക്സ്, സൂപ്പർ ഹീറോകൾ, അഡ്വഞ്ചറുകൾ, ത്രില്ലടിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ട് പോകുന്ന കഥകൾ. 80 വർഷത്തിലേറെയായി മാർവൽ കോമിക്സ് ചരിത്രത്തിൽ തന്നെ തിരുത്തി എഴുതി. എങ്ങനെയാണ് ഒരു ചെറിയ പബ്ലിഷിംഗ് ഹൗസ് $ബില്യൺസ് ആസ്തിയുള്ള ഒരു വലിയ സാമ്രാജ്യമായി വളർന്നത്? നമ്മൾ ആ കഥയിലേക്കാണ് പോകുന്നത്, മാർവലിന്റെ വളർച്ചയിലേക്ക്. കൊമിക്സുകളുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന 1939 നമ്മുടെ മാർവലിന്റെ പടയോട്ടം ആരംഭിച്ചത്. മഹാമാന്ദ്യത്തിനിടയിൽ മാർട്ടിൻ ഗുഡ്മാൻ എന്ന മാഗസിൻ പ്രസാധകൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. നമ്മുടെ DC-യുടെയൊക്കെ സൂപ്പർമാൻ പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പായി വരുന്ന ഒരു സമയം. ആ സമയത്ത് നമ്മുടെ ഗുഡ്മാൻ ടൈംലി പബ്ലിക്കേഷൻസ് ആരംഭിച്ചു. ടൈംലിയുടെ ആദ്യ ഹിറ്റ് മാർവൽ കോമിക്സ് ആയിരുന്നു. അതിൽ 2 റാഡിക്കൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഹ്യൂമൻ ടോർച്ചും പിന്നെ ഒരു ആന്റി ഹീറോ ക്യാരക്ടറായിട്ടുള്ള നമോറും. 1941 ടൈംലി മാഗസിൻ സകല കൊമിക് റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നു. ജോ സൈമണും ജാക്ക് കിർബിയും കൂടി സൃഷ്ടിച്ച ക്യാപ്റ്റൻ അമേരിക്ക എന്ന കഥാപാത്രം. ആ കൊമിക്കിൽ തന്നെ ഏറ്റവും ജനശ്രദ്ധ വിളിച്ചു പറ്റിയത് ക്യാപ്റ്റൻ അമേരിക്കയും ഹിറ്റ്ലറും തമ്മിൽ നടത്തുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക ഹിറ്റ്ലറെ കുത്തിക്കൊല്ലുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ആളുകൾക്കിടയിൽ ദേശസ്നേഹത്തിന്റെ പ്രതീകമായി മാറി. ഇത് ആളുകൾക്കിടയിൽ വലിയ ജനശ്രദ്ധ പിടിച്ചു പറ്റാനും ആളുകളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെയധികം സഹായിച്ചു. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഒരുപാട് ഇൻസിഡൻസ് യൂസ് ചെയ്ത് നമ്മുടെ കൊമിക്സ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആ ഒരു മാർക്കറ്റിംഗ് ആ യുദ്ധ സമയത്ത് വളരെയധികം റീച്ചിലേക്ക് ഈ കൊമിക്സിനെ, അതായത് ടൈംലി മാഗസീനെ വളരെയധികം റീച്ചിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ എത്രയൊക്കെ മാർക്കറ്റ് ചെയ്ത് റീച്ചിലേക്ക് എത്തിച്ചാലും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ടൈംലി മാഗസീനും ഒരു ഇറക്കം ഉണ്ടായി. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ സൂപ്പർ ഹീറോ ട്രെൻഡുകൾ കുറഞ്ഞു വന്നു. അങ്ങനെ 1950 ടൈംലി എന്ന പേര് അറ്റ്ലസ് കോമിക്സ് എന്നാക്കി മാറ്റി. പിന്നീട് അവർ റൊമാൻറ്റിക് ആയതും ഫെയറി ടെയിൽസ് പോലുള്ള കോമിക്കുകളും പുറത്തിറക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇവരും സൂപ്പർ ഹീറോ യുഗം അവസാനിച്ചതായി കണക്കൂടി. പക്ഷെ അതൊരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു. 1941 ഗുഡ്മാൻ അപ്പോയിന്റ് ചെയ്ത യുവ കൊമിക് റൈറ്ററായ സ്റ്റാൻലി 60കളിൽ ലീ കോമിക്സ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ലീ ആഗ്രഹിച്ച കഥകൾ സൃഷ്ടിക്കാൻ ഭാര്യയായ ജോൺ മുന്നോട്ട് വന്നു, കൂടെ ജാക്ക് കിർബി എന്ന ആർട്ടിസ്റ്റ്. അങ്ങനെ 1961 ദി ഫാന്റാസ്റ്റിക് ഫോർ എന്ന സിനിമയിലൂടെ ലീ തന്റെ പുതിയ സൂപ്പർ ഹീറോകളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. അത്രയും കാലം കോമിക്സിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുറ്റമറ്റ നായകന്മാരായിരുന്നു. അതായത് അവരെന്ന് പറയുന്നത് അത്രയും പ്യൂറാണ്, മനസ്സിന് നന്മയുള്ളവർ, അവർ യാതൊരു തെറ്റുകളും ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരുന്നു കൊമിക്സിൽ അധികവും. അല്ലെങ്കിൽ കൊമിക്സ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിലുള്ള നായകന്മാരായിരുന്നു കൂടുതൽ. കുറ്റമറ്റ നായകന്മാർ എന്നതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഫാന്റാസ്റ്റിക് ഫോറിലെ സൂപ്പർ ഹീറോകൾ. അവർ തെറ്റുകൾ വരുത്തി യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ നേരിട്ടു. കിർബിയുടെ ഈ മൂവ്മെന്റ് ആർട്ടും ലീയുടെ കോമിക്സ് ഡയലോഗുകളും കോമിക്സ് എന്ന ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. 1962 അമേസിംഗ് ഫാന്റസിയുടെ തുടക്കത്തിൽ ഏവർക്കും പ്രിയങ്കരനായ സ്പൈഡർമാൻ വന്നു. ഫിനാൻഷ്യലി പ്രശ്നങ്ങളും റിഗ്രറ്റും ഉള്ള കൗമാരക്കാരൻ ലീയും സ്റ്റീവ് ഡിറ്റ്കോയും ചേർന്ന് സൃഷ്ടിച്ച പീറ്റർ പാർക്കർ വളരെയധികം വിജയം കൈവരിച്ചു. അങ്ങനെ മനുഷ്യന്മാരുടെ കുറവുകളും നഷ്ടങ്ങളും ഉൾപ്പെടുത്തി അവർ പുതിയ കുറച്ച് സൂപ്പർ ഹീറോകളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹൾക്ക്, അയൺമാൻ, തോർ, എക്സ്മാൻ, ഡെയർഡെവിൽ എന്നിങ്ങനെയുള്ള പുതിയ സൂപ്പർ ഹീറോകൾ. മാർവലിന്റെ ഹൗസ് ഓഫ് ഐഡിയാസ് ഒരു പ്രതിഭാസമായി മാറി. അങ്ങനെ 70കളോടെ റേസിസം, ഡ്രഗ്സ് ഇതുപോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ തങ്ങളുടെ കോമിക്സിൽ കൈകാര്യം ചെയ്യാനായിട്ട് മാർവൽ ആരംഭിക്കുകയാണ്. 80കളിൽ ഫ്രാങ്ക് മില്ലറുടെ ഡെയർഡെവിലും ക്ലെയർമോണ്ടിന്റെ എക്സ്മാനും നിരൂപക പ്രശംസ നേടി. എന്നാൽ മാർവൽ ഒരു പ്രശ്നത്തിന്റെ നടുവിലായിരുന്നു. കോർപ്പറേറ്റ് പ്രോബ്ലംസും 1966 പാപ്പരത്വം എന്നിവ കമ്പനി ഏതാണ്ട് പൂർണ്ണമായും തകർത്തു കളഞ്ഞു. കൂടാതെ കോമിക്കുകളുടെ ഓവർ പ്രൊഡക്ഷനും ഫാൻസിനെ കുറച്ചു. എന്നാലും മാർവൽ ക്യാരക്ടേഴ്സ് നിലനിന്നു. 1998 ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കോമിക്കിൽ നിന്നും സിനിമ കോമിക്സ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പുതിയൊരു തുടക്കം കുറിച്ചു. ദ നെക്സ്റ്റ് ഫേസ് ഈസ് ദ സിനിമാറ്റിക് ഇറ. 2008 മാർവൽ ഒരു റിസ്ക് എടുക്കുകയാണ്. ഒരു ഫിലിം സ്റ്റുഡിയോ $525 മില്യൺ കടം വാങ്ങി. അവർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആരംഭിച്ചു, നമ്മുടെ MCU. ജോൺ ഫാവ്രിയോ സംവിധാനം ചെയ്ത് റോബർട്ട് ഡൗണി ജൂനിയർ അഭിനയിച്ച അയൺമാൻ അതൊരു സൂപ്പർ ഹിറ്റായി മാറി. പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾ എന്ന ആശയം വിജയിച്ചു. അങ്ങനെ ഓരോ ഫേസിലും കോമിക്സ് ക്യാരക്ടേഴ്സിനെ മാർവൽ സിനിമാറ്റിക് ഫേസിലേക്ക് എത്തിച്ച് വമ്പൻ വിജയങ്ങൾ നേടിയെടുത്തു. 2012 റിലീസായ ദി അവഞ്ചേഴ്സ് എന്ന മൂവി $1.5 ബില്യൺ നേടി. ഗാർഡിയൻ ഓഫ് ഗാലക്സി, ബ്ലാക്ക് പാന്തർ തുടങ്ങിയ പുത്തൻ ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു. ആക്ഷനെ ഹൃദയവും സമൂഹവുമായി കൊളാബാക്കി മാറ്റി. ഡിസ്നിയുടെ 2009 കൊളാബറേഷൻ മാർവലിനെ പരിധിയില്ലാത്ത നേട്ടങ്ങൾ നൽകി. MCU മൂവീസ്, അതുപോലെ TV സീരീസുകൾ, ആനിമേഷൻ എന്നിവ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രിയപ്പെട്ട കാമിയോ റോളുകൾ വരുന്ന സ്റ്റാൻലിയെയും ഒരു ഐക്കണാക്കി മാറ്റി. അങ്ങനെ ടൈംലി മാഗസിൻ മുതൽ താനോസിന്റെ സ്നാപ്പ് വരെ മാർവലിന്റെ ജൈത്രയാത്ര സർഗാത്മകതയ്ക്കും പ്രതിരോധശേഷിക്കും കഥ പറച്ചിലിന്റെ ശക്തിക്കും ഉള്ളൊരു തെളിവാണ്. ഈ ലോകം ലളിതമായ ഒരു ആശയത്തിൽ നിർമ്മിച്ചതാണ്. ആർക്ക് വേണമെങ്കിലും നായകനാവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ബൈ.